ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായർസ് ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഉച്ച സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. കുറച്ചടുത്താണ് നല്ല ഒരു കടയുണ്ട്, നാടൻ ഭക്ഷണം കഴിക്കുന്ന കടയാണ്. അതായത് അവിടെ മീൻമുട്ട വളരെ ഫേമസ് ആണ്. മീൻമുട്ട, പലതരം മത്സ്യം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഉച്ചയൂണ് വളരെ ഫേമസ്. അപ്പോൾ അവിടെ പോയി നല്ല ഒരു നാടൻ ഭക്ഷണം കഴിക്കാനൊരു ആഗ്രഹം. അപ്പം അങ്ങോട്ട് ഇറങ്ങാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാം. ട്രാവൻകൂർ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അങ്ങനെ ഇത് ഹൈവേയിലാണ് കേട്ടോ, നമ്മുടെ കോൾ എത്തുന്നതിന് മുന്നേ. ട്രാവൻകൂർ ഹോട്ടൽ. ഓക്കെ, നമസ്കാരം. തിരക്കായില്ലല്ലോ അല്ലേ? ഓക്കെ, നന്നായി. അധികം തിരക്കില്ലാത്ത സമയത്ത് വരുന്നതാണ് എനിക്ക് സന്തോഷം. ട്രാവൻകൂർ ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ് ശ്രീ പ്രസാദ്. അദ്ദേഹം കുറച്ച് സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉച്ച സമയം, അത് ഇവിടെ തിരക്കായി വരാൻ പോണേ ഉള്ളൂ. ഞാൻ ഇച്ചിരി നേരത്തെ വന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻമുട്ട ഭയങ്കര സ്പെഷ്യൽ. ഞാൻ അയ്യോ ഇല്ലേ, ഞാനത് കിട്ടുമ്പോൾ കഴിച്ചിട്ടാണ് കിട്ടിയില്ല. മീൻ വളരെ കുറവായതുകൊണ്ട് മീൻ തലയുമില്ല, മറ്റേ നെമ്മീൻ ചൂരയല്ല. ചിലപ്പോൾ അല്ല, നെമ്മീൻ്റെ തല കറി ഉണ്ടാവും, മീൻ മുട്ട ഉണ്ടാവും. അതില്ല, പക്ഷേ മീൻ ഇച്ചിരി ഷോർട്ടേജ് ഉള്ള സമയമാണോ? ഓക്കെ, ഇവിടെ ഫിഷ് ഐറ്റംസ് ആണോ കൂടുതൽ? മാത്രമേ ഉള്ളൂ. അതും ഊണാണ് പ്രധാനം അല്ലേ, ഉച്ചയ്ക്കുള്ള കപ്പയും. ഓ ഓക്കെ, അപ്പോൾ ഉള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് കഴിക്കാം. ഓക്കെ, അതല്ലേ പറ്റുള്ളൂ. പക്ഷേ ഇതിവിടെ നേരത്തെ പറയണം തോന്നുന്നു അല്ലേ, മീൻ മുട്ട വേണം. മീൻമുട്ടയ്ക്ക് അങ്ങനെ ഓർഡർ ചെയ്താണ് ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനാണ് ഇന്നത്തെ ആദ്യത്തെ കസ്റ്റമർ. രസമുണ്ട്, നല്ലൊരു ക്യൂട്ട് ഒരു വീടിൻ്റെ ഒരു ഷേപ്പിൽ, എന്നാൽ അതൊരു വലിയൊരു സ്ട്രക്ചറല്ല, ചുറ്റും നെറ്റൊക്കെ ആയിട്ട്. അപ്പം രസമുണ്ട്, ഭയങ്കര കൂളാണ് ഇതിനകത്ത്. തിരക്കില്ലാത്തതുകൊണ്ട് കൂടുതൽ നല്ലത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വരും. അതിന് മുന്നേ എനിക്ക് കഴിച്ചിട്ട്, അപ്പോൾ ഷൂട്ട് ചെയ്യാൻ നമുക്ക് സൗകര്യം അങ്ങനെയാണ്, അധികം ആളില്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ അവരുടെ ഫിഷ് പ്രോഡക്റ്റ്സാണ് കൂടുതലും. അവർക്ക് മീനാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ. ഇന്ന് മീൻ മുട്ടയില്ലാന്ന് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് മീനിൻ്റെ മുട്ട. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഫ്രൈ ഒക്കെ കിട്ടും, നോക്കാം. അപ്പോൾ ഇവിടെ ഫാൻ ഇല്ലാണ്ടിരുന്നാലും വലിയ കുഴപ്പമില്ല, അത്രയും കൂളാണ്. ഇത് ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ചുറ്റോട് ചുറ്റും. അപ്പോൾ ടോൾ ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പേ താഴേക്ക് ഇറങ്ങിയിട്ട്, ഇപ്പോൾ ഈ ടോൾ വന്നതിന് ശേഷമാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ബിസിനസ്സിനെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. എല്ലാവരും അങ്ങനെ പോകും. ഇത് അതിൽ നിന്ന് ഇങ്ങോട്ട് മാറിയല്ലേ സഞ്ചരിക്കേണ്ടത്. കറക്റ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ലൊക്കേഷൻ. എവിടെ ഒരു കുയിൽ കൂകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഓ, ഇവിടെ ഇങ്ങനെയാണ് സിസ്റ്റം അല്ലേ, അതായത് നമ്മുടെ ഫ്രണ്ടിൽ മീൻ പരത്തിയത് കൊണ്ടുവരും, പറഞ്ഞാൽ അതുപോലെ ചെയ്യും. ഇതിപ്പോൾ ആവൂലിയല്ലേ, കറുത്ത ആവൂലി. ഇത് ചേമീൻ, അതായത് സ്നാപ്പറാണോ? ഓക്കെ, റെഡ് സ്നാപ്പറാണോ? റെഡ് സ്നാപ്പർ. ഇത് പാര. എനിക്ക് അയലയാണ് ഇഷ്ടം. എനിക്ക് അയലയും പിന്നെ സ്നാപ്പർ നല്ലതാണ്. ഓക്കെ, ഒരു സ്നാപ്പർ, ഒരു അയല, ഫ്രോൺസ്. ഓക്കെ, ഫ്രോൺസ് ഇത് ഇത്രയാണോ ഒരു പ്ലേറ്റ്? അല്ല, അങ്ങനെയില്ല, കുറച്ച് കൂടുതലുള്ള. ഇത് സാമ്പിൾ വയ്ക്കുന്നതാണ്. ഓക്കെ, ഓ ആയിക്കോട്ടെ. അപ്പോൾ ഇത് അപ്പോൾ ഇനിയാണ് ഫ്രൈ ചെയ്യാൻ പോണത്. ഓക്കെ, അങ്ങനെ മീൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പലതരം ഫിഷ് പ്രോഡക്റ്റ്സാണ് നമ്മുടെ ഫ്രണ്ട് ചെയ്തത്. ഫ്രഷ്. അതായത് ഇവിടെ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ്, ഭക്ഷണം വിളമ്പി കസ്റ്റമേഴ്സ് വരുമ്പോൾ കൊടുക്കുന്നതിന് മുന്നേ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കും. ഇത് ഞാൻ കണ്ടിട്ടുള്ളത് രാജതട്ടുകടയിലാണ്, വെമ്പായം. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു രീതിയുണ്ട്. നോക്ക്, കാക്ക ഓൾറെഡി വന്നു കഴിഞ്ഞു. നല്ല പരിചയം ആയതുകൊണ്ട് എന്നും കറക്റ്റ് സമയത്ത് അവന്മാർ വെയിറ്റ് ചെയ്യും അല്ലേ. ഇതെങ്ങനെ ശരിക്കും വെജിറ്റേറിയൻ അല്ലേ? പപ്പടവും തോരൻ, ചമ്മന്തി. വെക്കാൻ പാടില്ല എന്നാണ്, ചെമ്മീൻ ചമ്മന്തിയാണ്. ഓക്കെ ഓക്കെ, കാക്ക അവര് കഴിക്കുന്നുണ്ടല്ലോ, അതാണ് അവർ കഴിക്കുന്നത്. വന്നു തുടങ്ങിയതേ ഉള്ളൂ, ഒരാൾ വന്നു കഴിച്ചു തുടങ്ങി. ഇനി ബാക്കി ആൾക്കാരെത്തും. ഒരു കാക്കേ വന്നുള്ളൂ, ബാക്കി ആരും വരില്ലേ. എടേ അറിയിക്കേ, എല്ലാവരും വിളിച്ച് കാ നല്ല വിളിച്ചാൽ ബാക്കിയുള്ളവരും കൂടെ വരും. ഇവ ഒറ്റയ്ക്ക് സെൽഫിഷായിട്ടൊന്ന് കഴിക്കണോ, കാര്യം അറിയിക്കാതെ രഹസ്യമായിട്ട്. ഓ നോ, കാക്ക മിസ്റ്റർ കാക്ക ആ മാത്രം ഇരുന്ന് കഴിക്കുന്നത്.
ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കൂ കാക്കേ. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്, അത് മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. കയറി കഴിഞ്ഞാൽ ആ മെയിൻ റോഡിൽ നിന്ന് ഒരു ചെറിയൊരു വഴിയാണ്, പക്ഷേ അത് കാറ് പോകുന്ന വഴിയാണ്. അവിടെ നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ലാവിഷായിട്ട് സ്ഥലമാണ്. വാ, എന്തൊക്കെയാണെന്ന്? ചമ്മന്തി, ഇത് ചെമ്മീൻ ചമ്മന്തി, പിന്നെ പയറ് തോരൻ, കപ്പ, അച്ചാറ്, കപ്പ അച്ചാർ. ഇത് നാരങ്ങ അല്ലേ, യെല്ലോ, മഞ്ഞ നാരങ്ങ അച്ചാർ. ഓക്കെ, സ്പെഷ്യൽ പപ്പടം. ഇനി ഫിഷ് എല്ലാം വരും, ഒഴിക്കുന്ന കാര്യങ്ങൾ വരും. ഓ, ഇതാണ് നമ്മുടെ റെഡ് സ്നാപ്പർ. ഇവിടെ അതിന് പറയുന്ന, ഓ ഇത്രയും കൊഞ്ചോ? ഓ, ഇത് ഒരു പ്ലേറ്റ് ഇത്ര ഉണ്ടാവോ നോർമലി? എനിക്ക് വേണ്ടി സ്പെഷ്യൽ. ഓക്കെ, എന്നാലും ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവില്ല ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതൊരു ഫുൾ ഫിഷ്. ഇനി ഒരു അയലയും കൂടി വരാനുണ്ട്. ഇത് ഇവിടുത്തെ അയലക്കറി. ഓക്കെ, ഇത് എങ്ങനത്തെ ടൈപ്പ് കറിയാണിത്? വറുത്തരച്ച കറി അല്ലേ? എനിക്ക് ചാറ് കണ്ടിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പുളിയാണോ? നമ്മുടെ നാടൻ കുടംപുളിയും ചേർക്കും. ഓക്കെ, നല്ല ഒരു സൂപ്പർ വറുത്തരച്ച അയലക്കറി. ഇന്നത്തെ സ്പെഷ്യലാണോ ഇത്? അയല മാത്രമാണോ? എല്ലാ ദിവസമാണ് ഈ കറി? എപ്പോഴും അയല അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അല്ലേ? മോസ്റ്റ്ലി ചൂര വരില്ല. കൂടുതൽ എങ്ങനെയാണ്? ആ, കറി എപ്പോഴും അയല പോലെയുള്ള മീനാണ്. ഓക്കെ, പിന്നെ നെത്തോലിയുടെ പരിപാടി എന്തെങ്കിലും കാണും അതിന്റെ സീസൺ ആകുമ്പോൾ? ഇവിടെ വരുന്നതെല്ലാം വലിയ ഓക്കെ, വലിയ മീൻ കഴിക്കാനാണ് ആൾക്കാർ വരുന്നത്. ചെറിയ മീനുകൾ അത്ര അധികം പോവില്ല. മനസ്സിലായി. എല്ലാം മണം മീൻ വറുക്കുന്നതിൻ്റെ എല്ലാം കൂടി. ഇതിപ്പം ചൂടുവെള്ളം, ഇഞ്ചി ഇട്ട വെള്ളം. ഓക്കെ, കഞ്ഞിവെള്ളം ഉണ്ട് പക്ഷേ അല്ലേ ചോദിക്കുന്നവർക്കും. ഇഞ്ചി ഇട്ട് തിളപ്പിച്ച വെള്ളം. താങ്ക് യു. ആഹാ, നല്ല ഫ്ലേവർ. ഇത് തൂക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പരിപ്പുണ്ട്, മീൻ കറിയുണ്ട്, ഫിഷ് കറിയുടെ ഗ്രേവി അല്ലേ? ഓക്കെ, മോര്. 3 കാര്യങ്ങൾ. പരിപ്പ് എനിക്ക് വേണ്ട, ജനറലി ഞാൻ പരിപ്പ് കഴിക്കുന്നത് കുറവാണ് കഴിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇനി സ്വാദിഷ്ടമായ ഒരു സൂപ്പർ സീ ഫുഡ് ലഞ്ചാണ് കഴിക്കാൻ പോണേ. ആദ്യം കുറച്ച് മീനിൻ്റെ ചാറ്, വറുത്തരച്ച് അയല മീനിൻ്റെ. സാധാരണ ആൾക്കാർ എങ്ങനെ ചെയ്യാറിയോ? ഇങ്ങനെ ഒഴിക്കും. ഓക്കെ, നല്ല ടേസ്റ്റ്. മീനിൻ്റെ പീസെല്ലാം നല്ല ഫ്രഷ്. കഴിക്കുമ്പോൾ അറിയില്ല, അതിലേക്ക് നല്ല ഫ്രഷ് ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിനോടൊപ്പം കുറച്ച് കപ്പയും കൂടി മിക്സ് ചെയ്യട്ടെ. കുറച്ച് കപ്പയും. ഓക്കെ, നൈസ് കോംബോ. പയറ് തോരൻ, ചെമ്മീൻ ചമ്മന്തി, ഇത് മാത്രം മതി കഴിക്കാം. ഇവിടുത്തെ അച്ചാർ. ആഹാ, നാരങ്ങ നല്ല പിടിച്ചിങ്ങനെ നാരങ്ങ അച്ചാർ സൂപ്പർ. നമ്മുടെ കൊഞ്ചെടുക്കട്ടെ. ഇത് കാണുമ്പോൾ അറിയില്ല, നല്ല ഫ്രഷ്. വാവ്, ചെമ്മീൻ. വാവ്, സൂപ്പർ ടേസ്റ്റ്. നോ വേർഡ്സ്. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ടേസ്റ്റിൽ ചെമ്മീൻ വറുത്ത ഞാൻ കഴിച്ചിട്ടില്ല. അയല ഫ്രൈ നോക്കട്ടെ. നല്ല അരപ്പാണ് കേട്ടോ ഇവരുടെ.
ഫ്രഷ്. യമ്മി യമ്മി. ഒരു സ്പെഷ്യൽ ഐറ്റം എന്താ ഇത്? ജിഞ്ചർ ലൈം. ഓ, കാഴ്ചയിലും വ്യത്യാസമാണ് കേട്ടോ. അത് ഭക്ഷണം കഴിച്ച എല്ലാവരും കഴിച്ചത് കൂടെ കഴിച്ചിട്ട് പോകും. ദഹിക്കാൻ കുറച്ചുകൂടെ ഓ ശരി. ഇഞ്ചിയുടെ ചേർന്നിട്ടുള്ളത്. ഇഞ്ചി ചേർത്ത ലൈമാണ്, ജിഞ്ചർ ലൈം. നന്നായിട്ടുണ്ട് കേട്ടോ. കൊഞ്ചൊക്കെ ഭയങ്കര ടേസ്റ്റ്. അയല എല്ലാം ഫ്രഷ്, എപ്പോഴും ഇവിടെ ഫ്രഷ്. സംശയമേ വേണ്ട. അങ്ങനെ കൊടുക്കുകയില്ല. നന്നായിട്ടുണ്ട്. അരപ്പൊക്കെ ഗംഭീരം. കറി നല്ലത്. എനിക്ക് നാരങ്ങാച്ചാർ ഒരുപാട് ഇഷ്ടമായി. അതെല്ലാം ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ല. പുള്ളിയുടെ സന്തോഷം തോന്നുക. അതെ, ഞങ്ങൾക്ക് ഇതേപോലെ വന്നിട്ട് കഴിക്കുമ്പോഴേ ലൈറ്റൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിച്ച് തീർത്തിട്ട് പോകണം. സന്തോഷം. അങ്ങനെയുള്ളവരുണ്ടാക്കി തരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ്. ഇതൊന്ന് ഇടയ്ക്കൊന്ന് കഴിച്ചു നോക്കുകയാണ്. അടിപൊളി. ഓഹോ, അതെനിക്കൊണ്ട് ഞാൻ 2 എണ്ണം കുടിക്കാൻ സാധ്യതയുണ്ട്. വെരി നൈസ്. ഇനി നമ്മുടെ ഈ മീനാണ് ഏറ്റവും ബെസ്റ്റ്, ഇവിടെ ഏറ്റവും ഡിമാൻഡെന്ന് പറഞ്ഞല്ലോ. സ്നാപ്പർ ചൂട്. ഇനി എല്ലാം കൂടെ ചേർത്തൊരു കഴിക്കണം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ. മറ്റേ മീൻ തലക്കറി. ഇതിപ്പോൾ കേര ചുരടാണ്. സാധാരണ നെന്മീൻ്റെ തലക്കറിയും ഉണ്ടാകാറുണ്ട്. ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞു. ടേബിൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 1-2 ടേബിളൊക്കെ ആളായി. ഇനി ആൾക്കാർ വരുന്നുണ്ട്. അതിനുമുമ്പ് നമ്മളിവിടെ നിന്ന് പുറത്തുണ്ട്. അല്ലല്ല, അങ്ങനെ ഒന്നും പറയരുത്. ആ പരിപാടി ഇല്ല എനിക്ക്, അതുകൊണ്ടാണ്. സോറി, അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. അതൊന്നും അല്ല, കറക്റ്റ് കണക്ക് പറഞ്ഞാൽ. അല്ലല്ലല്ലല്ല, ഇവിടെ സാധാരണ എങ്ങനെയാണ് പറഞ്ഞാൽ മീൻ അതൊക്കെ എത്ര പ്രൈസ്? മറ്റേ മറ്റത് അയല, പിന്നെ മറ്റത് കൊഞ്ച് ഓക്കെ 1000. പിന്നെ മീൽസ് 60. അല്ലല്ലല്ല, അങ്ങനെ പറയില്ല. പിന്നെ മറ്റേ ഒരു ഫ്രൈയും കൂടി ഉണ്ടായിരുന്നല്ലോ, അതിന് പാര. ഓക്കെ, അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാം കറക്റ്റായിട്ട്. ഓക്കെ ഓക്കെ, മിഠായി. ഓക്കെ. അല്ല വെറുതെ പറയുന്നതല്ല, വ്യക്തിപരമായി പറയാനാണെങ്കിൽ വളരെ നന്നായിട്ടുണ്ട്. വളരെ നന്നായിരിക്കുന്നു. ഓക്കെ, ഇച്ചിരി സ്പൈസി സ്റ്റൈലാണ്. എല്ലാവർക്കും നല്ല എരിവുള്ള ഭക്ഷണമല്ലേ ഇഷ്ടം. ഒരുപാട് എരിവെന്നല്ല പറയുന്നത്, ഒരു മോഡറേറ്റ് അല്ല, തീരെ കുറവല്ല, ഒരു മീഡിയം റേഞ്ച്. അത്യാവശ്യം എരിവുള്ള നല്ല. എനിക്ക് ആദ്യം തോന്നി ഇങ്ങനെ വറുത്ത് കോരുന്ന ആകുമ്പോൾ അകത്തോട്ടൊക്കെ പിടിക്കുമോന്നൊരു സംശയമാണ് മീൻ. അങ്ങനെയല്ല. അതെ. അപ്പോൾ കുറേ മസാലയും കൂടി ഇട്ടിട്ട് തന്നെയാണ്. അപ്പോൾ വറുത്ത് കോരുമ്പോൾ ആ മസാലയും കൂടി ചേർന്നാണ് വരുന്നത്. ഭയങ്കര നല്ല ആ ഫ്ലേവർ ശരിക്കും ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടമായി, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വളരെ നല്ല ഫുഡ്, നല്ല നാടൻ രുചി. ഓക്കെ, താങ്ക് യു. എൻ്റെ ഫേവറേറ്റ് മുട്ടാക്കിയാണ് കോപ്പിക്കോ, അത് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നിറങ്ങുന്നു. നല്ല വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ ജിഞ്ചർ ലൈമും വയറിന് നല്ലതാണ്. നല്ല ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ദഹനം കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി ഇവിടുന്ന് കറങ്ങി ഒരു സ്പെഷ്യൽ ജ്യൂസസ് ഉള്ളൊരു കടയിലേക്കും കൂടി പോവുകയാണ്. വെറൈറ്റി ജ്യൂസ് കട. ഈ ഒരു കടയുടെ പേര് ട്രാവൻകൂർ ഹോട്ടൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ NH-ലൂടെ സഞ്ചരിച്ചാൽ തിരുവല്ലം ടോൾ ഗേറ്റ് ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് താഴേക്ക് റോഡുണ്ട്. ആ റോഡ് വഴി വരുമ്പോൾ ഒരു കുഞ്ഞു വഴിക്കകത്തോടി ഇങ്ങോട്ട് വരണം. ഇതാണ് ട്രാവൻകൂർ ഹോട്ടൽ. ഞാൻ ഫോൺ നമ്പർ കൊടുത്തേക്കാം, വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ. സാധാരണ ഇവിടെ മീൻമുട്ട കാണും, പക്ഷെ അതെപ്പോഴും കിട്ടുന്ന കാര്യമല്ല. എന്നാലും അതും ഒന്ന് വിളിച്ച് ചോദിച്ചോളൂ. നിങ്ങൾക്ക് മീൻമുട്ട തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ഉള്ള സമയത്ത് വരിക. നമസ്കാരം. ഷംനാക്കാൻ്റെ സർബത്ത് കട. വീട് പിറകിലാണ് അല്ലേ? തൊട്ട് ബാക്കിലാണ്. ഓ ഓക്കെ. ഇവിടെ ഫ്രഷ് ജ്യൂസ് കൊടുക്കുമോ? ഓറഞ്ച് ജ്യൂസ്. ഇതെന്താണ് ഈ കുപ്പിയിൽ? നറുനാണ്ടി സർബത്ത്. ഓക്കെ, അത് കൊടുക്കുന്നുണ്ടോ, വിൽക്കുന്നുണ്ടോ? ഓ അത് ശരി. ഹോം പ്രൊഡക്ഷനാണ്. അത് ശരി. നറുനാണ്ടി സിറപ്പ് ഇവിടെ വാങ്ങാൻ കിട്ടും. പരുത്തുകുഴി എന്ന് പറഞ്ഞാൽ ഈ മുട്ടത്തറ കഴിഞ്ഞ് കോവളം പോകുന്ന വഴിക്ക്.
പരുത്തുകുഴി ജംഗ്ഷൻ ജുമാ മസ്ജിദ്. അകത്തേക്ക് കയറിയാൽ മതി, തൊട്ടടുത്താണ്. സ്പെഷ്യൽ മിൽക്ക് സർബത്ത്. ഓ ശരി, ഓക്കെ. ഈ പാലിൽ തന്നെ പല കാര്യങ്ങളും ഉണ്ടല്ലേ? നോർമൽ പാലായാലും ആ, സ്പെഷ്യൽ പാലായാലും കാച്ചി തണുപ്പിക്കുന്നതാണ്. സ്പെഷ്യൽ പാലെന്ന് പറയുമ്പോൾ അതിൽ വേറെ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? പാലും പിന്നെ നമ്മുടേതായ കുറച്ച് മിക്സുകൾ, സീക്രട്സ്. ഓക്കെ, അത് ശരി. സീക്രട്സ്. ഇത് പാഴ്സലല്ല, കുടിക്കാമോ? ഓക്കെ. ഇതെന്ത്? ആ, ഇതെന്താണ് കൊടുക്കുന്നത് ഇപ്പോൾ? സ്പെഷ്യൽ മിൽക്ക് സർബത്താണോ? നറുനണ്ടി സിറപ്പാണ് ഒരു ഇങ്ങനെ അളന്നൊഴിക്കുന്ന ഒരു സംഭവം. പിന്നെ കുറച്ച് കഷ്കഷ് കുതിർത്തത്. ഇത് സ്പെഷ്യൽ പാൽ. അപ്പോൾ ഈ സ്പെഷ്യൽ പാലിലാണ് ഇവിടുത്തെ പൊടിക്കൈകളെല്ലാം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ കുറേ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പറഞ്ഞു തരില്ല, പറഞ്ഞാൽ തീർന്നില്ലേ. ചിൽഡ് മിൽക്ക് കഴിച്ചിട്ട് അത് കുടിക്കാൻ ആൾ റെഡിയാണ് ഇവിടെ. ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാൻ. ഇതാർക്കാണ്? അടുത്ത ആളുടെ? എനിക്കാണ്. ഓ, അപ്പോൾ ഞാൻ ആദ്യം കഴിക്കാൻ പോകുന്നത് സ്പെഷ്യൽ മിൽക്ക് സർബത്ത്. സ്ട്രോ വെച്ച് കുടിക്കാൻ പറ്റുമോ? താങ്ക് യു. നൈസ്, അടിപൊളി. ഇതെന്ത് ഫ്ലേവർ? പിസ്ത ഫ്ലേവറാണോ? അല്ല, ഒരു പിസ്ത ഫ്ലേവറാണ് കിട്ടുന്നത്. ഈ കട എല്ലാ ദിവസവും തുറക്കില്ലാതെ ആണോ? ഓ, അങ്ങനെ യാത്ര ഉള്ളു, അപ്പൊ കട അടയ്ക്കും. ഇവിടെ ഒറ്റ ആളേ ഉള്ളൂ, വേറെ ആരും ഏൽപ്പിച്ചിട്ടൊന്നും പോവില്ല അല്ലേ? ഈ ഒരു ക്വാളിറ്റി നമുക്ക് നിലനിർത്തണം. മനസ്സിലായി. ചിലപ്പോൾ നമുക്ക് അയച്ചു തരാൻ പറയുമ്പോഴേ ആ, അത്ര നല്ല നമുക്ക് തെച്ചായി. ഓ, അതിനെ നോക്കി അത് ശരി. എല്ലാ സൈഡും നറുനേണ്ടി ഇവര് പ്രൊഡക്ഷൻ ആണല്ലോ, അത് കാരണം നല്ല ക്വാളിറ്റിയുള്ള നറുനേണ്ടി തപ്പി അദ്ദേഹം യാത്ര ചെയ്യാറുണ്ട്. യെസ്, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് സ്വന്തമായിട്ട് പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ സമയങ്ങളിൽ കട അടച്ചിരിക്കുക. എന്തായാലും നമ്പർ ഞാൻ കൊടുത്തേക്കാം, വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതി. കട ഉണ്ടോ ഇല്ലയോ, ഓപ്പൺ ആണോ എന്ന്. അത് ഉമ്മ പറഞ്ഞാണ് തുറക്കുന്നില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അല്ലല്ലേ 2-3 പ്രാവശ്യം വന്നു, അപ്പോഴെല്ലാം അടച്ചിട്ടിരിക്കുന്നു. ഓ, ആ, ഇതാണ് ഇഷ്ടം. 2-3 പ്രാവശ്യം വന്നപ്പോൾ കട അടച്ചു. അതാണ് പരാതി പറഞ്ഞു കേട്ടോ. ഓട്ടോ പൈസ വെറുതെ പോയി. പാഴ്സലാണല്ലേ? പാഴ്സലല്ലേ കൊടുത്തു വിടുന്നത്? ഓക്കെ. പ്രഗ്നന്റ് ആയിട്ട് വീട്ടിലൊരാളുണ്ട്, പുള്ളിക്കാരിക്ക് ഇത് മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഇതിപ്പോ ഏതാണ്? ഓറഞ്ച് സർബത്ത്. ഓക്കെ, ഇതാണോ ഇപ്പൊ കൊടുത്ത് വിടാൻ പോകുന്നത് പാഴ്സല് ഉമ്മയുടെ? ഓക്കെ, ഗർഭിണിക്കുള്ള സ്പെഷ്യൽ ഓറഞ്ച് സർബത്ത്. അതെ അതെ അതെ, ഓറഞ്ച് നല്ലതാണല്ലോ. ഓറഞ്ച്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വെച്ചിട്ടുള്ള സർബത്ത്. അതെ, മനസ്സിലായി. ഫ്രഷ് ജ്യൂസ്, ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് എടുത്ത് കാണിച്ചു. ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആട്ടോ കഴിക്കുന്നത്. വാ, നറുനണ്ടി സിറപ്പുണ്ട്, ഓറഞ്ച് ജ്യൂസ് ഉണ്ട്, ഇനി ക്രഷ്ഡ് ഐസ് ഉണ്ടാവും. ഓറഞ്ച് വരും, ഇനി നാരങ്ങാനീരും വരും. ആ, അത് തന്നെ, നാരങ്ങാനീര്, പിന്നെ കഷ്കഷ്, പിന്നെ ക്രഷ്ഡ് ഐസ്. ഇതാണ് ഓറഞ്ച് സർബത്ത്. സിറപ്പൊന്നുമില്ല കേട്ടോ, ശരിക്കുള്ള ഓറഞ്ചിൻ്റെ ജ്യൂസ് കൊണ്ട് തന്നെ ചെയ്യും. വേൾഡ് കംപ്ലീറ്റ് യൂറോപ്പ് പിന്നെ എല്ലാ രാജ്യങ്ങളും
ഇവിടെ അടുത്താണോ താമസിക്കുന്നത്? എത്ര ദൂരം? ഏത് സ്ഥലത്തുനിന്ന്? ഓ, അവിടെ നിന്ന് ഇവിടെ ഈ ഒരു സർബത്തിന് വേണ്ടി വന്നതാണ്. ബിരിയാണി മേടിച്ചു. മകളാണോ? കൊച്ചു മരുമോള്. ഓക്കെ. ഓ, മരുമോളെ പൊന്നുപോലെ നോക്കുകയാണ്. ശരി. മുട്ട ഇവിടുത്തെ സ്പെഷ്യലാണ്. പുഴുങ്ങിയ മുട്ടയ്ക്കകത്ത് ഒരു ചമ്മന്തിയൊക്കെ വെച്ച് കൊടുക്കും അല്ലേ? സ്പെഷ്യൽ ചമ്മന്തി, കാന്താരി, അങ്ങനെയല്ലേ പറയുന്നേ? സ്ട്രോ. ഇത് സ്പെഷ്യൽ കൂട്ടാണ്. നമ്മൾ പണ്ട് വൈദ്യരുടെ എവിടെ വടക്കപ്പറവൂര് വൈദ്യരുടെ കടയിൽ ഇതുപോലൊരു മുട്ട പരിപാടി ഉണ്ട്. സ്പെഷ്യൽ കാന്താരി ചമ്മന്തി വെച്ചിട്ട്. അയ്യോ, എനിക്ക് എരിവൊന്നും അധികം ഇഷ്ടമുള്ള ആളല്ല, ഭയങ്കര എരിവ് ഞാൻ കഴിക്കില്ല. ബട്ട് ഇത് നോക്കണമല്ലോ. അടിപൊളി. അയ്യോ, ഗംഭീരം. നല്ല എരിവുണ്ട്. എന്നിട്ട് സർബത്തും കൂടി കുടിച്ചാൽ മതി. മനസ്സിലായി, കാന്താരി മുളക് വെച്ച് ചെയ്താണ്. വേറെ ഒന്നുമില്ല, കെമിക്കലൊന്നുമില്ല. പെർഫെക്റ്റ്. എവിടെ ഉണ്ട്? ആ, ഭാര്യയുടെ അച്ഛനാണോ? അത് അനന്തരവനോ? സഹോദരിയുടെ മകൻ അല്ലേ? ഓക്കെ ഓക്കെ. മോനോട് എല്ലാ ദിവസവും കട തുറക്കാൻ പറയണം. പരാതി പറയുന്നു. റെസ്റ്റ് വേണം. ഒരാളെ കൂടെ സഹായത്തിന് വെക്കേണ്ടി വരും. ഇതേ ക്വാളിറ്റി കൊടുക്കാൻ പറ്റില്ല. ആരെയും വിശ്വാസമില്ല. പരിചയമുള്ളൊരു മുഖം. ഇത് കുറെ കേട്ടു ഈ കടയെ കുറിച്ച്. അപ്പൊ ഒരു പ്രാവശ്യം വരണം എന്ന് വിചാരിച്ചു. അങ്ങനെ വന്നാണ്. ആണോ? എങ്ങനെ? അതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എല്ലാവരുടെയും പരാതിയാണ്. അപ്പൊ എന്തായാലും ഫോണിൽ വിളിച്ചു ചോദിച്ചിട്ടേ വരാവുള്ളൂ. വന്നിട്ട് ഒരു ഞായറാഴ്ചയോ അല്ലെ ഒരു തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ച അടയ്ക്കണം. അതെ, ഫ്രൈഡേ അടയ്ക്കാം, ബാക്കി ദിവസം തുറക്കാതെ എല്ലാവരും ഉപദേശിക്കും. ഇവിടെ അടുത്ത് പള്ളിയുണ്ടല്ലോ, ജമാ മസ്ജിദ്. അത് തന്നെ തൊട്ടടുത്ത്. ഇവിടെ സ്ഥിരമായിട്ട് വന്ന് കഴിക്കാറുണ്ടോ ജ്യൂസ് ഇങ്ങനെയൊക്കെ? സർബത്ത് ഇടയ്ക്ക് വരുമോ ചേട്ടനെ? അത് ചേട്ടൻ്റെ ആണോ? ഓ, അത് ശരി. ഇവിടെ തന്നെയാണ് കേട്ടാ, ബിസ്മി വടക്കട. അത് തൊട്ടപ്പുറത്ത്. അവിടെ സ്നാക്സ്, ചായ മുതലായ കാര്യങ്ങളാണ്. ഓ, പലതരം വടയെല്ലാം കഴിക്കാം. അതായത് ക്വാണ്ടിറ്റി ഭയങ്കരമാണല്ലോ. എന്താ സംഭവം? അവർക്ക് ഇപ്പം 2 വന്ന് വാങ്ങിച്ചാൽ അത് 3000 കുടിക്കാൻ പറ്റണം. പാർസലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലേ? കൂടുതലായിട്ട് കൊടുക്കും. അതായത് എക്സ്ട്രാ കൊടുത്താണ് വിടുന്നത്. ഇവിടുത്തെ പ്രദേശവാസികളാണല്ലോ കൂടുതലും വരുന്നത്. അങ്ങനെയാണ് പുള്ളി അങ്ങനെ വലിയ ബിസിനസ് നോക്കുന്നില്ല കാര്യം. ഇത് അതായത് ഫ്രഷ് ഓറഞ്ച് സർബത്ത് 40 അല്ലേ? 40 എന്നല്ലേ പറഞ്ഞേ? ഒരു എത്ര ഓറഞ്ച് കയറും ഇതിനകത്ത്? ഏകദേശം 1.5 വലിയ ഓറഞ്ച് കയറും. 40 രൂപയുള്ളൂ. പ്ലസ് സ്പെഷ്യൽ മിൽക്ക് സർബത്ത് ഞാൻ കുടിച്ചത് 50 രൂപ. നോർമൽ ഇതുപോലത്തെ ഓറഞ്ചാണ് കേട്ടോ, ഏതാണ്ട് 2 കയറും. പിന്നെ സ്പെഷ്യൽ മിൽക്ക് സർബത്ത് 50 റുപ്പീസ്. സാധാ മിൽക്ക് സർബത്ത് 40 രൂപ അല്ലേ? ആ, ഇതെല്ലാം ഭയങ്കര ക്വാണ്ടിറ്റിയാണ്, ഒരാൾക്ക് കഴിച്ച് തീരില്ല. വെരി ടേസ്റ്റി ഓറഞ്ച് സർബത്ത്. അപ്പോൾ ഇനി ഇവിടെ നിറങ്ങാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ വരിക ഈ സ്ഥലത്തൊക്കെ. നറുനീണ്ടി നല്ല ഒറിജിനൽ വാങ്ങിക്കണമെങ്കിലും ഇവിടെ വന്നാൽ മതി. ഇത് ഒരു ബോട്ടിൽ എന്ത് വിലയ്ക്കാണ് കൊടുക്കുന്നത്? 120 ഉള്ളി. ഇതാ ഇത് അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വന്ന് വാങ്ങിക്കാം. നല്ല സർബത്താണ്, ഓറഞ്ച് ഫ്രഷ്. ഞാനിപ്പോൾ വയറ് ഫുള്ള് കഴിച്ചിട്ട് വന്നിട്ടാണ് ഞാൻ ഒരുപാട് കഴിക്കാത്തത്. അല്ലെങ്കിൽ ശരിക്കും നല്ല ദാഹിച്ചൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ശരിക്കും നല്ല റിഫ്രഷിങ് ആയിരിക്കും. അപ്പോൾ വരിക, ഇഷ്ടപ്പെടും. വലിയ പ്രൈസേ അല്ല, 40 രൂപ 50 രൂപയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് വരും. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ.